ചമ്പത്തെങ്ങ് പോലെ വളർന്നു വലുതായിട്ടും ഇപ്പോഴും മുഖത്ത് സോപ്പ് തേച്ച് കളിക്ക. ഞാൻ വരുന്നത് പോലും ശ്രദ്ധിക്കാതെ വന്ന് ഇടിക്ക. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല മാഡം. ഈ വീട്ടിലുള്ള ആരോ ആണ് എന്റെ തലമണ്ടിക്കിട്ട് കൊട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ തന്നെ തല കൊട്ടിയത് അല്ല, അത് അവസാന. തുടക്കം തൊട്ടേ ആരോ എന്റെ തലയെ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മാഡം. പക്ഷെ അത് ഇവിടെയുള്ള ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല മാഡം. എന്തൊരു കൊട്ടായിരുന്നു. തല വേദനിച്ചിട്ട് വയ്യ മാഡം. കോഴിക്കോട്ട പോലെയായി. ആരെങ്ങനെ ചെയ്തത്? മാഡം, എന്റെ മനസ്സ് പറയുന്നത് ഇത് ചെയ്തത് നമ്മുടെ കവിന്മാരായിരിക്കുമെന്നാണ് മാഡം. എടോ, എന്ത് ലോജിക്കില്ലാതെ സംസാരിക്കുന്നേ? നിന്റെ ഹൈറ്റ് എന്താ, കവിന്റെ ഹൈറ്റ് എന്താ? അവൻ ഏണി വെച്ച് കേറിയാ പോലും നിന്റെ തലക്കെട്ട് കൊട്ടാനുള്ള ഹൈറ്റ് എത്തില്ല. അല്ല, ഞാൻ കുനിഞ്ഞപ്പോഴാ കൊട്ടി തുടങ്ങിയത്. നീ എന്തിനാ കുനിഞ്ഞേ? നേരെ നിൽക്കാൻ പാടില്ലായിരുന്നോ? വാഷ് ബേസിൽ ഞാൻ മുഖം കഴുകാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞില്ലേ, അപ്പോഴാ കൊട്ടിയത്. എനിക്ക് 100% ഉറപ്പാ അത് കവിമോൻ തന്നെയാണെന്ന്. കവിനെവിടെ? അമ്മേ, ഇവൻ പറയുന്നത് വെച്ചിട്ട് കവിനെ സംശയിക്കണം അമ്മ അല്ലേ? ഇവൻ ലേഡീസിനടുത്ത് എന്തെങ്കിലും വെറുതെ കാണിച്ചിട്ട് കൊട്ടു വാങ്ങിച്ചതായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും അല്ല മാഡം. ഞാൻ ഹോംവർക്ക് ചെയ്തേരെ മാഡത്തിനോട് പറഞ്ഞതറിഞ്ഞിട്ട് കവിമോനാ എന്റെ തലമണ്ട ഇങ്ങനെ കൊഴുക്കട്ട പോലെ ആക്കിയത്. എടാ, എന്റെ പേരക്കുട്ടിയെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുക. കവിമോനാ അത് ചെയ്തെന്ന് നീ നിന്റെ തലയിലടിച്ച് സത്യം ചെയ്യ. ഈ പണി ചെയ്തത് കവിമോൻ തന്നെയാ. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. ഇതിനാടാ സത്യം ചെയ്യാൻ പറഞ്ഞേ. എനിക്ക് കവിനെയൊന്ന് കാണണം. അമ്മേ അമ്മേ, കവിൻ എപ്പോഴും ഉറങ്ങി. അവൻ ഉറങ്ങിയിട്ട് 2 hours എങ്കിലും ആയിട്ടുണ്ടാവും. അതെ 2 hours ആയി. 2 hours. ഇല്ല മാഡം, ഇവര് നുണ പറയാ. കുറച്ചു മുമ്പേ ഞാൻ കണ്ടതാ കവിമോൻ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. സത്യ മാഡം. കവിൻ, അച്ചമ്മ സ്കേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇനി എന്താ ചെയ്യാ? കവിൻ, ഐഡിയ. മുത്തശ്ശി മുമ്പിൽ പോ, അല്ലെ ഞാൻ പോകുമ്പോ നിങ്ങൾ പറയുന്നു കൊട്ടിയാലോ. കവിൻ, എടാ കവിൻ, ഉറങ്ങിക്കിടക്കുന്നവന് എന്തിനാ വിളിക്കുന്നേ? അതെ ദേവയാനി, പാവം എന്റെ പേരക്കുട്ടി. ഹോംവർക്ക് എല്ലാം എഴുതി കഴിഞ്ഞ് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. നുണ പറയരുത്. ഹോംവർക്ക് ഇവൻ ചെയ്തതാണോ അതോ നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തതാണോ? അയ്യോ, ഓവർ ആക്ടിങ് ചെയ്ത് കൊളവാക്കുന്ന തോന്നേ. ഇത് കണ്ടില്ല അമ്മേ, അവൻ ഓർക്കത്തിൽ കൂർക്കം വലിക്കുന്നത്. പണ്ടുള്ളവര് പറയാറില്ലേ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, എന്നാ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ലാന്ന്. ഇത് മൊത്തം അഭിനയമല്ലേ. കവിൻ, ഇപ്പൊ നീ എണീക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, മതിയുടെ ആക്ടിങ്. എഴുന്നേക്ക് നീ. ആരെങ്കിലും കൃത്യമായിട്ട് കണ്ടുപിടിച്ചോ? അതുകൊണ്ട് മാത്രമല്ലടാ കണ്ടുപിടിച്ചത്. നല്ല അവനെയാ. എണീക്കടാ. എന്താ ഇവിടെ ഒച്ച? എന്താ
എല്ലാവരും എന്റെ ചുറ്റും നിൽക്കുന്നത്? എന്താ പ്രശ്നം? എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? സത്യം പറയണം, ഇവിടെ എന്താ ചെയ്തത്? അച്ഛമ്മേ, ഞാനല്ല അയാളുടെ തലയ്ക്ക് കൊട്ടിയത്. അതേപ്പറ്റി ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. ഏ?